ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നിതാ നമുക്ക് വേറൊരു സാരി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുന്താണി ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇന്നത്തെ ഈ സാരിക്ക് നമ്മൾ സിമ്പിളായിട്ടുള്ള മുന്താണി വർക്കാണ് ചെയ്യുന്നത്. കൂടുതൽ ഉള്ള വർക്കൊന്നും വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള സാരിയുടെ വർക്കെല്ലാം തന്നെ കുറച്ച് ഹെവി ആയിട്ട്, അതായത് കുറച്ച് സമയമെടുത്ത് നൂലൊക്കെ പിരിത്തെടുത്തതിന് ശേഷമാണ് ചെയ്തത്. ഇത് പക്ഷേ അത്രയും നൂലൊന്നും പിരിക്കുന്നില്ല. ഇപ്പോൾ ഇത്ര നീളത്തിനാണ് കുഞ്ചലത്തിൻ്റെ നൂല് പിരിത്തിട്ടുള്ളത്. ആ നീളത്തിൽ വെച്ച് തന്നെ കെട്ടി കുഞ്ചലം ഡിസൈൻ ചെയ്തെടുക്കാൻ പോവുകയാണേ. ആദ്യമേ കുറച്ച് നൂല് എന്തായാലും ഇതിൽ നിന്ന് വലിഞ്ഞ് കളയേണ്ടി വരും കേട്ടോ. കാരണം ഈ കുഞ്ചലം പോലെ നിൽക്കുന്ന ഭാഗത്ത് ഇടവിട്ട് നൂലുണ്ട്. അതത്രയും ഭാഗം നമ്മളൊന്ന് വലിഞ്ഞ് കളയണം. അതിൻ്റെ മുകളിലേക്ക് കൂടുതൽ നൂല് വലിഞ്ഞ് കളയുന്നില്ല കേട്ടോ ഈ സാരിക്ക്. ഇതിന് മുന്നേ നമ്മൾ പല സാരിയിലും കുഞ്ചലം ചെയ്തിട്ടുണ്ട്, പല ഡിസൈനിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ. ഇതുപോലെ ആ എൻഡിൽ വരുന്ന നൂല് മാത്രം അത്രയും ഒന്ന് വരിഞ്ഞ് കളയുവാണേ. ഇനി ഇതുപോലെ കുറേശ്ശെ നൂലെടുത്തിട്ട് ആ നൂല് പിരിന്ന് വരുന്ന ഭാഗത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി കൊടുക്കാവേ. ഒരുപാട് എടുത്ത് കെട്ടേണ്ട ആവശ്യമില്ല. ഒരു 1/2 ഇഞ്ച് നീളത്തിന് മാത്രം നൂലെടുക്കുക. എന്നിട്ട് അതിനകത്ത് ഇതുപോലെ ചേർത്ത് കെട്ടി കൊടുക്കുക കേട്ടോ. ഇത് സിൽക്കും പട്ടും ഒക്കെ ചേർന്ന് വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് തന്നെ വേണം കെട്ടാനായിട്ട്. അപ്പോൾ ഇങ്ങനെ അടുക്കി കെട്ടാനുള്ള പ്രയോജനം എന്ന് വെച്ചാൽ നൂല് മുകളിൽ നിന്ന് പിരിന്ന് വരാതിരിക്കുകയും ചെയ്യും. അതൊരു മുന്താണിയുടെ ഡിസൈൻ അങ്ങനെ കിടക്കുകയും ചെയ്യും കേട്ടോ. നൂലിങ്ങനെ പാർട്ടീഷൻ ചെയ്തെടുക്കുന്ന സമയത്ത് ഇടയ്ക്കുന്ന് ഒരു നൂലെങ്കിലും മാറിക്കഴിഞ്ഞാൽ അതൊരു വൃത്തികേടായിട്ട് കാണാൻ പറ്റും കേട്ടോ. കാരണം ഇത് 2 സൈഡിലേക്ക് നൂലിങ്ങനെ കെട്ടി വെച്ചേക്കുമ്പോൾ നടുക്ക് മാത്രം നൂലിങ്ങനെ കിടക്കുന്ന കാണുമ്പോഴത്തേക്കും അതൊരു അഭംഗിയായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു ചീപ്പൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ചീകിയതിന് ശേഷം പാർട്ടീഷൻ ചെയ്തെടുക്കാം കേട്ടോ നൂലൊക്കെ. നൂലെടുത്ത ഭാഗത്തുനിന്ന് എല്ലാ നൂലും ആ കെട്ടിലേക്ക് കിട്ടിയെന്ന് ഉറപ്പായതിന് ശേഷം മാത്രം കെട്ട് നന്നായിട്ട് മുറുക്കി കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ കെട്ടി കഴിഞ്ഞതിന് ശേഷം അത് അടുത്ത കെട്ടിലേക്ക് വലിക്കുമ്പോഴത്തേക്കും അതും ഒരു അഭംഗിയായിട്ട് തോന്നും. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു മുന്താണി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നൂല് വലിച്ച് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൽ ഈ ഒരു ഒറ്റ കെട്ട് മാത്രമേ ഡിസൈനായിട്ട് ചെയ്യുന്നുള്ളൂ. താഴേക്ക് നമ്മൾ വേറെ സ്പ്ലിറ്റ് ചെയ്തിട്ടൊരു ഡിസൈൻ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നൂലെങ്ങാനും വിട്ടു പോയാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് താഴത്തേൽ അങ്ങനെ കെട്ടി വെക്കാൻ പറ്റും. കുറച്ച് നൂലെടുത്ത് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടുമ്പോഴത്തേക്കും സാരിയുടെ എൻഡ് ഭാഗം വന്നിട്ട് ഇങ്ങനെ ചുരുണ്ട് പോകാതെ നല്ല വൃത്തിക്ക് ഇരിക്കാൻ സഹായിക്കുവേ. വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ മുന്താണി വേണം എന്നുള്ള സാരി വർക്കിനൊക്കെ ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിനൊക്കെ ഒരു പ്രത്യേകത ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സമയം മതി. പിന്നെ ഈ മുന്താണി എവിടെയെങ്കിലും ഉടക്കി വലിക്കുമെന്നോ അങ്ങനത്തെ ഒരു ടെൻഷൻ ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ വരുന്നില്ല എന്നൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളിലും ഇതുപോലെ ചെയ്തതിന് ശേഷം ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമാണ്. പിന്നെ താഴേക്ക് സ്പ്ലിറ്റ് ചെയ്ത് നെറ്റിൻ്റെ മോഡൽ ചെയ്തിട്ടുണ്ട്. അത് എവിടെയെങ്കിലും ഉടക്കി വലിക്കാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടുതലാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡും ഭംഗിയും ആ ഒരു വർക്കിനാണ് കേട്ടോ. നിങ്ങളൊരു സാരി വാങ്ങി, പക്ഷേ കുഞ്ചലം കിട്ടണമെന്നുണ്ട്, സമയമില്ല, ഇത് പിരിത്തെടുക്കാനുള്ള സമയമില്ല, നല്ലൊരു ഡിസൈൻ വേണം, സ്റ്റിച്ച് ചെയ്ത് ചേർക്കാനായിട്ട് എക്സ്ട്രാ കുഞ്ചലം വാങ്ങിയിട്ടുമില്ല എന്നൊരു ഓപ്ഷൻ ആണെങ്കിൽ ഈ ഒരു ഡിസൈൻ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്തായാലും ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.